നിനക്ക് മുഴുത്ത വട്ടാണ്. ഞാനില്ലെങ്കിൽ നീ ജയിലിൽ കിടക്കുമായിരുന്നു. ലോകം മുഴുവൻ ഇസ്രായേലിനെ വെറുക്കുന്നത് നീ കാരണമാണ്. ഇത് പറയുന്നത് ട്രംപാണ്. ട്രംപ് അങ്ങനെ പറഞ്ഞു എന്ന് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്ത് ലോകവ്യാപകമായി മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ട്രംപ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിനെ ചീത്ത വിളിച്ചു. കുറച്ചുകൂടെ കടുപ്പമേറിയ ഭാഷയിലാണ് ചീത്ത വിളിച്ചത്. ഞാനത് കാണിക്കാം. പറഞ്ഞാൽ ഒരുപക്ഷെ യൂട്യൂബ് സ്ട്രൈക്ക് ചെയ്യും. അതായത് നമുക്ക് യൂട്യൂബിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വിളിച്ചത്. നിങ്ങൾ നോക്കിയാൽ മതി. യു ആർ എഫ് ക്രൈസി അടക്കമുള്ള വാക്കുകൾ അടിസ്ഥാനപരമായി ട്രംപ് പൊട്ടിത്തെറിച്ചു നെതന്യാഹുവിനോട്. മനോരമ അടക്കമുള്ള നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ വലിയ വാർത്തയായി തന്നെ കൊടുത്തിട്ടുണ്ട്. ലോകം മുഴുവൻ ഇസ്രായേലിനെ വെറുക്കുന്നു, അത് നെതന്യാഹു കാരണമെന്ന് ട്രംപ് നെതന്യാഹുവിനോട് ക്ഷുഭിതനായി എന്ന് മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നു. ആ വാർത്ത നമുക്ക് നോക്കാം. അതായത് എങ്ങനെങ്കിലും ലോകം സമാധാനത്തിന് വേണ്ടി യാചിക്കുകയാണ്. എങ്ങനെങ്കിലും ഈ സമാധാനത്തിലേക്ക് അടുത്തൊന്ന് എത്തണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണം. പക്ഷേ നെതന്യാഹുവിൻ്റെ ഭരണകൂടം മനഃപൂർവ്വം ലെബനനിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറി. എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കാണ്. യഥാർത്ഥത്തിൽ ഈ നെതന്യാഹുവിൻ്റെ കുറേ സപ്പോർട്ട് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ തീവ്ര ക്രിസംഖികളും തീവ്ര ഹിന്ദുത്വവാദികളും അവർ പോലും മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിലെ ജനത പോലും ഏറ്റവും വെറുക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് നെതന്യാഹു. അദ്ദേഹത്തിൻ്റെ തീവ്ര വലതുപക്ഷ കോലിഷൻ നിലനിർത്താനും ഈ യുദ്ധം കഴിഞ്ഞ നെതന്യാഹുവിന് കറപ്ഷൻ ചാർജസിൻ്റെ പേര് ജയിലിൽ പോകേണ്ടി വരും. നെതന്യാഹുവിന് നേരെ ഒരുപാട് കാലമായി അഴിമതി ആരോപണങ്ങളുണ്ട്. എന്നും ഓർക്കുക, പല ഭരണാധികാരികളും ഇത്തരത്തിൽ യുദ്ധങ്ങൾ നടത്തുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ രക്ഷിക്കാനാണ്, അവരുടെ അധികാര സ്ഥാനങ്ങൾ രക്ഷിക്കാനാണ്. അവിടുത്തെ തീവ്ര വലതുപക്ഷ കോലിഷൻ മാറിക്കഴിഞ്ഞാൽ നെതന്യാഹുവിന് ജയിൽ ഉറപ്പാണ്. ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നെതന്യാഹു ഇത് ചെയ്യുന്നതെന്ന് ഇപ്പോൾ അമേരിക്കയിലെ വലതുപക്ഷക്കാരനായ ട്രംപ് കൂടി പറയുകയാണ്. മുമ്പ് ജോ ബൈഡൻ അടക്കം ഇത് പറഞ്ഞിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ജയിലിൽ നിന്ന് മാറി നിൽക്കാൻ ഇങ്ങനെ യുദ്ധം കണ്ടിന്യൂസ്ലി ട്രിഗർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ട്രംപ് ക്ഷുഭിതനായെന്നും കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം വിളിച്ചു എന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനനിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ US-ഉമായി നടത്തുന്ന എല്ലാ സമാധാന ശ്രമങ്ങളിൽ നിന്നും ഇറാൻ പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നിലാണ് ട്രംപിന്റെ ഫോൺ വിളി. നെതന്യാഹു നന്ദി കെട്ടവനാണെന്നും താനല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നെതന്യാഹു ഇപ്പോൾ ജയിലിൽ കിടന്നേനെയോ എന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. കറക്റ്റുമാണത്. നിനക്ക് മുഴുത്ത വട്ടാണ്. എല്ലാവർക്കും നിന്നോട് വെറുപ്പാണ്. നീ കാരണം ഇസ്രായേലിനോട് ലോകത്തിന് വെറുപ്പാണ്. എന്ത് വൃത്തികേടാണ് കാണിക്കുന്നതെന്ന് ബോധമുണ്ടോ എന്ന് ട്രംപ് നെതന്യാഹുവിനോട് ചോദിച്ചതായി ഉന്നത US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ട് പറയുന്നു. ലെബനന് എതിരെ ഇനിയും ആക്രമണം നടത്തിയാൽ രാജ്യാന്തര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നും US സഹായിക്കാൻ വരില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയെന്നും ലെബനനിൽ ഹിസബുള്ളക്കെതിരെ എന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്നതിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, ലെബനനിൽ ഹിസബുള്ളക്കെതിരെ എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ ജീവൻ എടുക്കുന്നതിൽ ട്രംപ് കടുത്ത അതൃപ്തി അറിയിച്ചുവെന്നും രൂക്ഷമായ ഭാഷയിലെ ഫോൺ വിളി കുറച്ചു സമയം നീണ്ടുവെന്നും റിപ്പോർട്ട് പറയുന്നു. ഫോൺ വിളിക്ക് പിന്നാലെ ബെയ്റൂട്ടിൽ ഇനി ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതായിട്ടും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് പിന്നീട് ട്രംപും സ്ഥിരീകരിച്ചു. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇത് സ്ഥിരീകരിച്ചു. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഇനി ലെബനിൽ ആക്രമണം നടത്തില്ല. മനഃപൂർവ്വം യുദ്ധം ഉണ്ടാക്കുകയാണ്, മനഃപൂർവ്വം കലാപങ്ങൾ ഉണ്ടാക്കുകയാണ്, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇസ്രായേലിനോ പാലസ്തീനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇസ്രായേലിലെ ജനതയ്ക്ക് വേണ്ടിയല്ല, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് വേണ്ടിയല്ല. പകരം നെതന്യാഹുവിന് അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിലനിൽക്കാൻ വേണ്ടി മാത്രം. ഞാൻ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഗസ്റ്റായിട്ട് ഇസ്രായേലിൽ പോയതാണ്. അന്ന് നെതന്യാഹു തന്നെയായിരുന്നു. പക്ഷേ ഇസ്രായേലിലുള്ള നല്ലൊരു ശതമാനം ഗവൺമെൻറ് ഒഫീഷ്യൽസ് പോലും നെതന്യാഹുവിൻ്റെ നടപടികളെയും നിലപാടുകളെയും എതിർക്കും. കാര്യം അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സാധാരണക്കാരെ കൊല്ലുകയാണ്, ഇസ്രായേലി ജനതയടക്കം കൊലയ്ക്ക് കൊടുക്കുകയാണ്. ഇനി നെതന്യാഹു അടക്കം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു സമാധാനം ഉണ്ടാകണം. ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഷകൾ, അതായത് ഒരു രാഷ്ട്രത്തലവൻ, അമേരിക്കൻ രാഷ്ട്രത്തലവൻ ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കേണ്ട ഗതികേടിലേക്ക് നെതന്യാഹു വരുന്നത് ആ രാജ്യത്തിൻ്റെയും കഷ്ടമാണ്. ഇസ്രായേലിനും സമാധാനം വേണം, പാലസ്തീനിലും സമാധാനം വേണം, ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണം. അതിനുള്ള കാര്യങ്ങളിലാകട്ടെ യഥാർത്ഥത്തിൽ നെതന്യാഹു ജയിലിൽ പോകേണ്ടതാണ്. കറപ്ഷൻ ചാർജസ് അത് മാറാൻ വേണ്ടി ലോകത്ത് അസമാധാനമുണ്ടാക്കി, യുദ്ധമുണ്ടാക്കി, ആൾക്കാരെ കൊല്ലുകയാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾക്കും തീവ്ര ക്രിസംഖികൾക്കും ഇതുവരെ വന്നിട്ടില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വാർത്ത ചെയ്തത്.